السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ലാത്ത 4 സ്വഭാവങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കത് കാണാം. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ആനി വലൽ ഫാഹിഷി വലൽ ബദിയ്യ. ലൈസൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനാവുകയില്ല, ബിത്ത്ആനി, കുത്തുവാക്ക് പറയുന്നവൻ. കുത്തുവാക്ക് പറയാ, കൊള്ളിച്ച് പറയാ, ഒരുമാതിരി ആക്കി പറയാ, അതാണ് ത്വഅന്, ആക്ഷേപം പറയുക. ത്വഅന എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു എന്നർത്ഥമുണ്ട്. അതാണ് കുത്തുവാക്കുകൾ. സാധാരണ തമാശയിൽ നമ്മൾ അതൊക്കെ കൂട്ടാറുണ്ട്. പക്ഷേ തമാശ വേറൊരാളെ മേത്തിട്ടാൻ പാടില്ല, വേറൊരാൾക്ക് കൊള്ളാൻ പാടില്ല. തമാശ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപൂർവമായെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില തമാശകൾ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ തമാശകൾ അതിരുവിട്ടതും കളവ് ചേർത്തതും മറ്റൊരാളെ വേദനിപ്പിക്കുന്നതുമൊക്കെ ആയിത്തീരാറുണ്ട്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമല്ല ത്വഅന്, ആക്ഷേപിക്കുക, കുത്തുവാക്ക് പറയുക. വലൽ ആനി, ശപിക്കലും. എടാ പണ്ടാറക്കാല, അനക്ക് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, കോണം പിടിക്കൂലടാ. സ്വന്തം ഉമ്മമാര് മക്കളോട് പറയുന്നതാണെങ്കിലും, അമ്മായിമാര് മരുമോളോട് പറയണതാണെങ്കിലും, അമ്മോശാക്ക മരുവനോട് പറയണതാണെങ്കിലും, ആര് പറയുന്നതാണെങ്കിലും ശപിക്കൽ മുഅ്മിനിന്റെ സ്വഭാവമല്ല. മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ തിരിച്ചറിയേണ്ടത് സ്വഭാവം കൊണ്ടാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിന്നിട്ട് സ്വഭാവം മുഅ്മിനിന്റേതല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അറബിയിലുള്ള പേര് കൊണ്ടോ, പേരിന്റെ കൂടെ ചേർത്ത് പറയുന്ന വാപ്പാന്റെ അറബി പേര് കൊണ്ടോ, അതിൻ്റെ കൂടെ പറയുന്ന കുടുംബനാമമായ ഷറഫാക്കപ്പെട്ട പേര് കൊണ്ടോ, കബീലയുടെയോ ഗോത്രത്തിൻ്റെയോ പേര് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. സ്വഭാവം കൊണ്ടാണ് മാറ്റം വേണ്ടത്. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പഴയ കാലത്തെ സ്വഭാവവും പുതിയ കാലത്തെ സ്വഭാവവും വ്യത്യാസമുണ്ടായിരുന്നു. നിരവധി സ്വഹാബത്തിനെ നമുക്ക് അതിന് ഉദാഹരണം പറയാൻ പറ്റും. മുഅ്മിനീങ്ങളുടെ സ്വഭാവ ഗുണം കണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന ധാരാളം ആളുകളെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ശപിക്കുക, ഒന്നിനെയുട്ട, മനുഷ്യനെന്ന് മാത്രമല്ല മൃഗങ്ങളെയും. ആ പണ്ടാറ ആട് എടുക്കാ പോണത്, ഇങ്ങനെ തുടങ്ങിയ ശാപങ്ങൾ. ആടിനെ ആണെങ്കിലും കോഴിനെ ആണെങ്കിലും പൂച്ചനെ ആണെങ്കിലും ശപിക്കാൻ പാടില്ല, കുത്തുവാക്ക് പറയാൻ പാടില്ല. വലൽ ഫാഹിഷി, ഫാഹിഷ് എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫാഹിഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്ക് ലൈംഗികമായ ദുഷ്ടത്തരത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മൾ ബാത്റൂമിൽ പോയി പുറത്തേക്ക് വന്നാൽ പറയാറുണ്ടല്ലോ, പടച്ചോനെ ഫാഹിഷിനെ തൊട്ട് എന്നെ നീ ശുദ്ധിയാക്കണമേ. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. കാപഢ്യത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമേ, ഫാഹിഷിൽ നിന്ന് എൻ്റെ ഗുഹ്യത്തെ നീ ശുദ്ധിയാക്കണമേ. അപ്പൊ ലൈംഗികമായ ദുഷ്ടത്തരം അത് 2 തരത്തിലുണ്ട്.
ഒന്ന് പ്രവൃത്തിയിലുണ്ട്, മറ്റൊന്ന് വാക്കിലുണ്ട്. ദുഷ്ടത്തരം പറയുക, ലൈംഗികമായ ചുവയുള്ള സംസാരങ്ങൾ നടത്തുക. ഒരാള് തൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് മറ്റൊരാളോട് പറയൽ കറഹത്താണ്. ഇണ ചേർന്നതിൻ്റെ രൂപം മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഹറാമിന്റെ പരിധിയിൽ വരും. സ്വന്തം ഭാര്യയോടുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഹയാഇന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ദീനാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ പ്രയോഗങ്ങളിലും ഹയാ കാണാം, ലജ്ജ കാണാം. ലജ്ജ ഈമാനുമായി കണക്ട് പെട്ടിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലജ്ജയെ ഈമാനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ഒരു മതം അല്ലെങ്കിൽ ഒരു ഇസം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ ആ മതത്തോട്, ഇസത്തോട്, പ്രത്യയശാസ്ത്രത്തോട് ബന്ധപ്പെടുത്തി ലജ്ജയെ ചർച്ച ചെയ്തത് ഇലാഹിയായ മതം മാത്രമായിരിക്കും എന്നാണ് നിരീക്ഷകന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് ഇലാഹിയായ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രയോഗങ്ങളിൽ, സംസാരങ്ങളിൽ വരെ ലജ്ജയുണ്ടായിരിക്കണമെന്നതാണ്. ഫാഹിഷത്ത് ചെയ്യാൻ പാടില്ല, ഫാഹിഷത്ത് പറയാനും പാടില്ല. രണ്ടും വലൽ ഫാഹിഷ് എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരും. വലൽ ബദിയ്യ്, ബദിയ്യ് എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുക, സഭ്യമല്ലാത്തത് പറയാം. മനുഷ്യൻ കേൾക്കാൻ പറ്റാത്തത് പറയാന്ന് പറയില്ലേ നമ്മള്? അരക്കന്ന് കീഴ്പോട്ടുള്ളത് പറയാന്ന് പറയല്ലോ. ഞാൻ അരക്കുന്ന മേപ്പെട്ടുള്ളതാണെങ്കിലും ആൾക്കാരുടെ പറയാൻ പറ്റാത്തത്, മനുഷ്യന്മാര് കേൾക്കാൻ പറ്റാത്തത്, ആളുകൾ കേട്ടാൽ പറയുന്നവൻ മോശമായി തീരുന്നത്, അതിനെയാണ് ബദി എന്ന് പറയുന്നത്, അസഭ്യം. ചില കാര്യങ്ങൾ സഭ്യത്തിന്റെ പരിധിയെ ഭേദിക്കുന്നതാണ്. ചില സംസാരങ്ങളെ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നാടിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് വ്യത്യാസമാണ്. ചില നാടുകളിൽ സഭ്യമായത് മറ്റു ചില നാടുകളിൽ അസഭ്യമായിരിക്കും. തിരിച്ചുണ്ടാവാം. ചില ഭാഷകളിൽ സഭ്യമായത് മറ്റു ചില ഭാഷകളിൽ അസഭ്യമായിരിക്കാം. കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ സഭ്യമാകുന്നത് നാട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അസഭ്യമായിരിക്കും. ഭാര്യയോടൊരാൾ സംസാരിക്കുന്നത്, ഭർത്താവിനോടൊരാൾ സംസാരിക്കുന്നത്, മക്കളോട് സംസാരിക്കുമ്പോൾ അസഭ്യമായിരിക്കും. സഭ്യതയുടെ പരിധി വിട്ടുകിടക്കാൻ പാടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ ഈ 4 സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ചീത്ത പറയാൻ പാടില്ല എന്നാണ്. വാസ്തവത്തിൽ ചീത്ത പറയുന്നതിൽ ഈ 4 സാധനം വരും. ത്വഅനി എന്ന ആക്ഷേപം വരും, ലഅനി എന്ന ശാപം വരും, ഫാഹിഷ് എന്ന ഫഹ്ഷ് എന്ന ദുഷ്ടത്തരം വരും, ബദി എന്ന അസഭ്യം വരും. 4 വരും. അതുകൊണ്ട് സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്ർ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിലും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിലും ഉദ്ധരിച്ചിട്ടുണ്ട്. സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ, മുഅ്മിനിനെ ചീത്ത പറയൽ ഫിസ്ഖാകുന്നു, തമ്മാടിത്തരമാകുന്നു. അൽ മുത്തസാബ്ബാനി മാ ഖാല ഫഅലൽ ബാരി മിൻഹുമാ ഹത്താ യഅതദിൽ മദ്ലൂം എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിലും കാണാം. 2 ആളുകൾ തമ്മിൽ ചീത്ത പറഞ്ഞാൽ തുടങ്ങിയവനാണ് പിന്നെ അതിൽ കൂടിയൊരാ കുറ്റം കൂടി ഉണ്ടാകുക എന്നാണ്. ചീത്ത പറയാൻ തുടങ്ങുക, അത് വളരെ മോശപ്പെട്ടതാണ്. നന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം, തിന്മയെയും നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും മെച്ചമായത് കൊണ്ടാണ് പ്രതിരോധം തീർക്കേണ്ടത്. തിന്മയെ തിന്മ കൊണ്ടല്ല തടയേണ്ടത്, തിന്മയെയും നന്മ കൊണ്ടാണ് തടയേണ്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഓനോട് അങ്ങനെ കാട്ടിയിട്ടല്ലേ എന്നാണ്. ഓൻ അങ്ങനെ കാട്ടിയത് കൊണ്ടാണ് ഓന് മാപ്പ് ചെയ്യുക എന്നൊരു ഗുണം നിന്നിലുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നത്. മറ്റൊരാൾ ചെയ്തു എന്നത് നമ്മൾ ചെയ്യുന്നതിന് തെളിവാകാൻ പാടില്ല.
എന്റെ മകളെ കെട്ടിക്കുമ്പോ കല്യാണത്തിനോ വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവന്റെ പെങ്ങളെ കല്യാണത്തിന് പോണത്? എന്റെ മകളെ കെട്ടിക്കുമ്പോ കല്യാണത്തിന് വന്നില്ലെങ്കിൽ തന്നെയും അവന്റെ പെങ്ങളെ കെട്ടിക്കുമ്പോ കല്യാണത്തിന് പോകുന്നതിനാണ് റഹ്മത്ത്, വാത്സല്യം എന്ന് പറയുന്നത്. റഹ്മാനിയായ വാത്സല്യം, ഗുണം ചെയ്തവർക്കും ഗുണം ചെയ്യാത്തവർക്കും വാത്സല്യം ചെയ്യുക എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചീത്ത പറയരുത് എന്ന് പറഞ്ഞാൽ ഈ നാലും പെട്ടു. ത്വഅന് ചെയ്യരുത്, ആക്ഷേപിക്കരുത്, ശപിക്കരുത്, ദുഷ്ടത്തരം ചെയ്യരുത്, പറയരുത്, അസഭ്യം പറയരുത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. സമ്പൂർണമായ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഉൾക്കൊള്ളാൻ നമ്മളൊക്കെ തയ്യാറാവണം. പരിശ്രമിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ തീരുമാനിച്ചതാണ് നമ്മളെ ഏറ്റവും വലിയ പരാജയം. ആ തീരുമാനം ഒന്ന് മാറ്റിയിട്ട് എനിക്കൊരു മാറ്റം വേണം എന്ന് ഓരോരുത്തരും തീരുമാനമെടുക്കുക. നമുക്കൊക്കെ അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബറക്കത്തുള്ള ജീവിതം നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.